5 പൈസയുടെ വിവരം കങ്കണ റണൌട്ടിൽ ഇല്ല, രാഷ്ട്രീയ വിവരം എന്നൊരാൾ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അയാൾ തള്ളിക്കളയാൻ പറ്റില്ല. നമുക്ക് ഈ പരിപാടിയിൽ ഇപ്പോൾ ഒരു MP പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് 5 വയസ്സ് വിവരമില്ലെന്ന് നേരിട്ടൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഞാനിപ്പോൾ വരുമ്പോൾ അതൊന്നുകൂടെ ആ വീഡിയോ ഉണ്ട്. ഭയങ്കര എപ്പോഴും കാണുമ്പോഴും രസകരമായൊരു വീഡിയോ ആണ്. അതായത് നവിക കുമാറുമായിട്ടുള്ള അഭിമുഖത്തിലാണ് അവർ പിന്നെ ഇവരിത് പറയുന്നത്. വളരെ ഗൗരവത്തോടെയാണ് നവിക കുമാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അത് പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ് ഇവർ കങ്കണ റണൌട്ട് പറയുന്നത്. കോൺഗ്രസ്സുകാർ എന്ത് ചെയ്തു? ഈ രാജ്യം മറ്റുള്ളവർ ചേർന്ന് സമരം നേടിയിട്ടും വാങ്ങിച്ചിട്ട് പിന്നെ ഇവരതിൻ്റെ അധികാരികളായിട്ടിരിക്കില്ല എന്നുള്ളതാണ് അവരുടെ പോയിന്റ്. അപ്പോൾ അവർ പറയാണ്, നോക്കൂ, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം എടുത്തു, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി വലിയ കഷ്ടപ്പാട് ചെയ്ത് ആദ്യത്തെ പ്രധാനമന്ത്രിയായുള്ള സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ എവിടെയുള്ളത്? എവിടെയുമില്ലല്ലോ. ഇത് ഇവർ വന്നിരിക്കുകയാണ്. ഇവർക്ക് ജയിലിൽ TV-യും കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് പിന്നീട് പ്രധാനമന്ത്രിക്കായി മാറിയത്. അപ്പോൾ നവിക കുമാർ വളരെ സീരിയസ് ആയിട്ട് പറയും, അല്ല അതിപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പിന്നെ പ്രധാനമന്ത്രി ആയിരുന്നില്ലല്ലോ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ല. വളരെ വിനയത്തോടെയാണ് അവർ പറയുന്നത്. അപ്പോൾ അല്ലേ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാക്കിയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഞാനവരുടെ സിനിമയൊക്കെ കണ്ടിട്ട് അവരെ നല്ല അഭിനയവും അവരുടെ സിനിമകളൊക്കെ നല്ല രസകരമായിട്ടുള്ള ആളാണ്. ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ 10 വർഷക്കാലത്തെ രാഷ്ട്രീയ സംഗതികൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞില്ലേ, അതായത് BLOമാർ എത്തിക്കേണ്ടുന്ന പേപ്പർ എത്തിക്കുന്നത് ശുചീകരണ തൊഴിൽ ചെയ്യുന്നൊരു തൊഴിലാളിയാണ്. പിന്നെ അതായത് പൗരത്വ സംഗതിയെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഉന്നതമായ സംവിധാനങ്ങളാണെന്നിരിക്കെ പക്ഷെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപ്പാക്കുന്നത്. അപ്പോൾ ആളുകൾ റോൾ റിവേഴ്സിൽ ചെയ്തിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കിയത് ആ കാലത്തെ ഏറ്റവും ബുദ്ധിജീവികളായിട്ടുള്ള ഏറ്റവും ഗംഭീരരായിട്ടുള്ള എല്ലാ മേഖലയിലും വലിയ ധാരണയുള്ള ആളുകളാണല്ലോ ആ കാലത്തെ രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത്. ഈ കാലത്തും അത്തരം രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ചെങ്കിലും നല്ല ധാരണയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആളുകളെ അവരവർക്ക് ഇരിക്കേണ്ടതല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുത്തി